കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസിന് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. കൊട്ടാരക്കര കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ രാജേഷ്, ഡ്രൈവർ നിക്സൺ എന്നിവരെയാണ് ആക്രമിച്ചത്. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതാണ് പ്രകോപനം. കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ ആക്രമണത്തിൽ, മദ്യപ സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസിന് സാരമായ പരിക്കുണ്ടോ? എന്താണ്, ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് രണ്ടുപേർ മദ്യലഹരിയിൽ കാറിൽ വരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൺട്രോൾ റൂമിൽ ലഭിക്കുന്നു. അങ്ങനെയാണ് കൺട്രോൾ റൂമിലെ സബ് ഇൻസ്പെക്ടറായ രാജേഷും ഡ്രൈവർ നിക്സണും കൂടി വണ്ടിയും എടുത്ത് അന്വേഷിക്കാനായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഓവർ ബ്രിഡ്ജ് കടന്നാണ് ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ എത്തിക്കൊണ്ടിരുന്നത്. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് വാഹനം ഓടിക്കുന്നതെന്നാണ് ഒരു വിവരം പോലീസിന് ലഭ്യമായത്. എന്തായാലും ഇവരുടെ കാർ തടഞ്ഞു നിർത്തി പ്രതികളോട് ചോദിച്ചപ്പോൾ പ്രതികൾ അക്രമാസക്തരാകുകയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതികൾ പ്രകോപനമുണ്ടാക്കി, അതായത് അവരുടെ വാഹനം തടഞ്ഞു നിർത്തിയതിലുള്ള പ്രകോപനപരമായിട്ട് SIയുടെ കഴുത്തിൽ പിടിക്കുകയും SIയെ മർദ്ദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ യൂണിഫോം വലിച്ചു കീറി. പിന്നെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതികൾ ഇരുവരെയും മർദ്ദിച്ചു എന്നാണ് FIR പോലും സൂചിപ്പിക്കുന്നത്. പിന്നെ കൂടുതൽ പോലീസ് അവിടെ എത്തിയാണ് ഈ രണ്ട് പ്രതികളെയും കീഴ്പ്പെടുത്തി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടന്നു പോലും ഈ പ്രതി വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അയച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അസഭ്യവർഷങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും വലിയ രീതിയിൽ തെറി പറയുന്ന അല്ലെങ്കിൽ അസഭ്യം പറയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും ഈ പ്രതിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കൊല്ലം സ്വദേശികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊല്ലം സ്വദേശികളാണ്. നിലവിൽ ഇവർക്കെതിരെ മറ്റ് കേസുകളുമുണ്ട്. മനീഷ് എന്നാണ് ഒരു പ്രതിയുടെ പേര് വെങ്കിടേഷ് എന്നാണ്. അങ്ങനെ രണ്ടുപേരെയാണ് ഇവിടെ ഈ രണ്ട് പ്രതികളെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ സ്ഥിരം ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണോ? കാരണം നാട്ടുകാരാണ് ഇത്തരം ഒരു പരാതി പോലീസിന് നൽകുന്നത്. ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് മദ്യപിച്ച് നാട്ടുകാർക്ക് നേരെ അസഭ്യവർഷവും ആക്രമണം നടത്തുന്നൊരു പ്രവണതയുണ്ടോ? മുൻപ് ഇവർക്കെതിരെ ഏതെങ്കിലും കേസുകളുള്ളതാണോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായ പ്രതി തന്നെയാണ് ഈ അരുൺ വെങ്കടേഷ് എന്ന് പറയുന്ന ഒന്നാം പ്രതി. അയാളാണ് ഈ അക്രമം അഴിച്ചുവിട്ടത്, പോലീസിനെ മർദ്ദിക്കുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് ഇപ്പോൾ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാൾക്കെതിരെ കൊല്ലം സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊതുജനങ്ങൾക്ക് അപകടം വരുത്തത്തക്ക രീതിയിൽ വാഹനം ഓടിച്ചു വന്നു, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വന്നു അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇരുവരെയും പോലീസ് ഉടൻ തന്നെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. പോലീസിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൺട്രോൾ റൂമിലേക്ക് ആരോ വിളിച്ചു പറഞ്ഞാണ് പോലീസ് ഇത് അറിയുന്നത്. അങ്ങനെ അന്വേഷിക്കാനായി എത്തിയപ്പോഴാണ് ഇവർ സഞ്ചരിച്ച വാഹനമടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തികഞ്ഞ മദ്യലഹരിയിൽ തന്നെയായിരുന്നു എന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇവരെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചപ്പോൾ തന്നെ ഇവർ പ്രകോപനപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് നമുക്കറിയാൻ കഴിയുന്നു. എന്തായാലും ഇവരെ രണ്ടുപേരെയും പോലീസ് കീഴ്പ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവർ ലോക്കപ്പിൽ കിടന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പോലീസിന് ഇവരെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ ആശ്വാസകരം. ഇവർക്കെതിരെ മുൻപും കേസുകൾ നിലനിൽക്കുന്നുണ്ട്. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടാരക്കരയിൽ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് മദ്യപ സംഘം പോലീസിന് നേരെ ആക്രമണം നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.